നിക്ക് ചെറുപ്പല്ലൻ്റെ ഉള്ളിലും പോതില്ലേ മിന്നുകെട്ടി എന്തിന് കൊണ്ടുപോ എന്നാ ഷാർപ്പ് ചവിട്ടിയെടുത്ത ജീവിച്ചോട്ടെ. ഈ എഞ്ചിൻ ജപ്പാന്റെ ആണോടാ? അല്ല, അപ്പന്റെ. കാല് രണ്ടും ഇല്ലല്ലോ. എന്താ വാതറന്ന കുരുത്തക്കേടല്ലേ വരൂ. തന്തയ്ക്ക് വിളിച്ചാണെങ്കിലും ഞാൻ തമാശക്ക് വിളിച്ചല്ല എന്റെ രാഘവേട്ടാ. ചേട്ടൻ ഷാപ്പിലേക്കാണെങ്കിൽ കൈ വിഷം പഠിക്കാൻ കാശില്ലാത്തപ്പോഴാ ഷാപ്പും കോപ്പും. എടാ ഞാൻ തട്ടാങ്കൂലിലേക്കാ. എന്താ വിശേഷം വല്ലതും ഉണ്ടോ? അബുവിന്റെ വാപ്പ അന്വേഷിച്ചെന്ന് പറഞ്ഞു. അബുഖാന്റെ ദേഹർജിയുടെ വിവരം വല്ല അറിഞ്ഞോ? അതെന്തറിയാനാ? അബൂനെ തൂക്കിക്കൊല്ലുന്ന ഉറപ്പല്ലേ? മോന് എനിക്ക് 2 കാലിലെന്നി വരുന്നു കേട്ടോ. അബുക്കെ പറ്റി വല്ലതും പറഞ്ഞോണ്ടില്ല. ഒന്ന് കൊല പിടിക്കുന്നുണ്ട്. എന്റെ അള്ളോ! ദാദാ സാഹേബ്. ഇതാരാ കൂടെ ഇരിക്കുന്ന? ഇയാളും ദാദയാണോ? അല്ല സർ, അത് നേതാജി. അതാരാ? സുഭാഷ് ചന്ദ്രബോസ്. ഓ, എവിടാ കളവൻ? നിസ്കരിക്കുക, ഇപ്പൊ വരും. അകത്ത് എന്ന് 2 പൊട്ടിച്ച് പിടിച്ചോണ്ട് വരേണ്ടതാ. എന്താടാ അത്? തൂക്കുന്നതിന് മുമ്പ് ഇതെല്ലാം അവനെ അയച്ചു കൊടുക്കാനാ? അല്ല സർ, സാഹിബ് നാളെ ഗവർണറെ കാണാൻ പോകുന്നുണ്ട്. ഗവർണർ ആരാ? അയാളുടെ മച്ചാനോ? എന്താ സർ കാര്യം? നീ ആരാടാ? എന്റെ പേര് രാഘവൻ. ഓഹോ, നീയാണ് 2ാമത്തെ ദാദ അല്ലേ? നന്നായി. 2 ദാദാമാരെ ഒന്നിച്ച് കാണാൻ പറ്റിയല്ലോ. സാർ കാര്യമൊന്നും പറഞ്ഞില്ല. നിനക്കൊന്നും അറിയില്ല അല്ലടാ. ഇന്നലെ നിന്റെ ദാദ MLA സ്റ്റേജിൽ നിന്ന് പിടിച്ചിറക്കി തല്ലുമ്പോ നീ ഉണ്ടായിരുന്നില്ലടാ. തോക്ക് കച്ചവടവും ബോംബ് പൊട്ടിയും ഒക്കെ പഠിപ്പിച്ച് സ്വന്തം മകനെ തൂക്കുകയർ വരെ എത്തിച്ച മഹാനല്ലേ അയാള്. സാർ ഇവിടെ പുതിയ ആളായതുകൊണ്ടാണ് ഇങ്ങനെയൊക്കെ പറയുന്നത്. സത്യം അതൊന്നുമല്ല. ഒരു പുരുഷായുസ് മുഴുവൻ അനുഭവിച്ചാൽ തീരാത്ത വേദന ആ മനുഷ്യൻ അനുഭവിച്ചിട്ടുണ്ട്. ഇനിയും അങ്ങനെ വേദനിപ്പിച്ച അങ്ങനെ എന്തും ചെയ്തു പോകും. ചെയ്യടാ പുല്ലേ. എന്താ ചെയ്യേ? MLA വേണ്ട, മന്ത്രിയെ തന്നെ തല്ല്. നിന്നെ ആ കിളവൻ കഴിവറുടെ മോനെ ഒരു പാഠം പഠിപ്പിച്ചിട്ട് ഞാൻ പോവും. അവന്റെ അമ്മയുടെ ഒരു ദാദാ സാഹിബ്. തല്ലല്ല, വേണ്ടി വന്ന കൊല്ലും. എന്താ നിങ്ങൾക്ക് സംശയം ഉണ്ടാ? ഓന് വോട്ട് പിടിക്കാൻ വേണ്ടിട്ട് ഇന്ന രാജ്യദ്രോഹി എന്ന് പറഞ്ഞ മതത്തിന്റെ പേരും പറഞ്ഞ് ജനങ്ങളെ പറ്റിക്കാൻ വേണ്ടിയിട്ട് സാഹിബിനെയും മോനെയും തീവ്രവാദി എന്ന് വിളിച്ചാല് വെച്ചേക്കൂല ഒന്നിനെ ഞമ്മള്. ദാദാ മുഹമ്മദ് സാഹിബാ പറയണത്. താൻ ഏത് ശീമയിലെ സാഹിബാണോ പുല്ലേ? ഇന്നലെ വൈകുന്നേരം തന്നെ കസ്റ്റഡിയിലെടുത്ത് തവിട് പൊടിയാക്കാൻ ഞാൻ പുറപ്പെട്ടതാ. അപ്പൊ ആ പാവ MLA പറഞ്ഞത് അത് വേണ്ടാന്ന്. ഇന്ന് IG വിളിച്ച് പറഞ്ഞിരിക്കുക തന്നെ പിടിച്ച് അകത്തിടാൻ. തല്ലുകൊണ്ടിട്ട് MLA എന്താ എന്നെ വെറുതെ വിടാൻ പറഞ്ഞത്? ഓ, തന്നെ പേടിച്ചിട്ടായിരിക്കും. പേടിച്ചിട്ടല്ല, ഏത് ഹമുക്കിനുണ്ടാവൂലോ മനസാക്ഷി കുത്ത്. അതുകൊണ്ടാ അത് പറഞ്ഞ് നിങ്ങൾക്ക് മനസ്സിലാവൂല. ആരെ കാണാനാ? ഗവർണറെ കാണാൻ. ഇന്ന് പുലച്ചക്ക് പത്രം വായിച്ചപ്പോൾ അറിയണത്. എന്റെ കൂടെ പണ്ട് ലാഹോറിലുണ്ടായിരുന്ന ലഹാരിന്റെ മോൻ അപ്പളത്തെ ഗവർണർ റഹ്മത്ത് അലി. മൂപ്പർക്ക് ഇന്ന ഓർമ്മ ഉണ്ടാവുമെന്നറിയില്ല. എന്നാലും ഒന്ന് പറഞ്ഞു നോക്കാം. തൂക്കിക്കൊല്ലം നിർത്തണമെന്ന് എഴുതിയും പ്രസംഗിക്കുകയൊക്കെ ചെയ്യണ ആളാ. എന്റെ കുട്ടിന്റെ ജീവനം വേണ്ടിയിട്ട് അവസാനമായിട്ടൊരു പരിശ്രമം. പഠിച്ചവൻ കനിയാണ്ടിരിക്കൂല. ദാദാ സാഹിബ് വരുന്നേ, വഴിമാറിക്കോ. मेरी थी है, मेरी बच्ची है, मैं उसका बाप
अब थोड़ा मलयालम के समाचार सुने। अब हिंदी से नफरत हो गया? You know, now I am governor of Kerala. इससे मलयालम में समाचार देखना ज्यादा अच्छा लगता है। सर इसे अंदर भेजो, विजिटर्स रूम में बिठाओ। യെസ് സർ. നമസ്കാരം. പ്രധാന വാർത്തകൾ. സ്വതന്ത്ര ഇന്ത്യയുടെ പ്രഥമ ക്രിക്കറ്റ് ടീം ക്യാപ്റ്റൻ ലാല അമർനാഥ് ദില്ലിയിൽ അന്തരിച്ചു. സുപ്രീം കോടതി വധശിക്ഷയ്ക്ക് വിധിച്ച സുബേദാർ അബൂബക്കറുടെ ദയാഹർജി രാഷ്ട്രപതി തള്ളി. അബൂബക്കറെ ഈ മാസം 15-ാം തീയതി തൂക്കിലേറ്റും. മാതൃഭൂമിക്ക് വേണ്ടി പൊരുതി മരിക്കേണ്ട ഒരു സൈനികൻ ചെയ്ത പൈശാചികമായ രാജ്യദ്രോഹം ഒരു തരത്തിലുള്ള മാപ്പും അർഹിക്കുന്നതല്ലെന്ന് രാഷ്ട്രപതി ഭവൻ കമ്മ്യൂണിക്കെ അറിയിച്ചു. പാകിസ്ഥാൻ ചാരസംഘടനയായ ISI തളിയൂർ ദേവീക്ഷേത്രത്തിൽ ആസൂത്രണം ചെയ്ത ബോംബ് സ്ഫോടനത്തിന്റെ മുഖ്യ സൂത്രധാരനായിരുന്നു അബൂബക്കർ. പ്രമുഖ സ്വാതന്ത്ര്യ സമരസേനാനിയും സാമൂഹ്യ പ്രവർത്തകനുമായ ദാദാ മുഹമ്മദ് സാഹിബിന്റെ പുത്രനാണ് കരസേനയിൽ സുബേദറായിരുന്ന അബൂബക്കർ. ഫിജി വിമത നേതാവ് ജോർജ് പേറ്റിനും കൂട്ടർക്കും अस्सलामु अलैकुम साहब. वालेकुम सलाम। मैं दादा मोहम्मद साहिब, तकलीफ के लिए माफ करना. इट्स ऑल राइट, आप बैठिए। शुक्रिया. बैठिए, ഇരിക്കൂ. അല്ല, മലയാളം ഞാൻ പകുതി മലയാളിയല്ലേ? പറഞ്ഞ പോലെ അത് നമ്മൾ മറന്നിക്കണ്. ഉമ്മ കോഴിക്കോട്ടുകാരി ഇനി ഉമ്മപ്പോ ഇല്ല, ഉമ്മയും മരിച്ചുപോയി. നിങ്ങൾ ദൂരെ നിന്ന് നടന്ന് വരണ കണ്ടപ്പോ ലഹാരി കണ്ണിന്റെ മുമ്പിൽ ഒന്ന് നിൽക്കണ പോലെ മൂപ്പര് അതേ കോലം മുറിച്ച് വെച്ചേലേക്ക്. എന്നെ ഓർമ്മ ഉണ്ടാവോ? ഞാൻ ലാഹോറിന്ന് പോരുമ്പോ ഒരു 10-12 വയസ്സുണ്ടാവും മൂപ്പർക്കേ. കണ്ട ഓർമ്മയില്ലെങ്കിലും ഉപ്പ പറഞ്ഞറിയും. മലബാറി സാഹിബിന്റെ വീരകഥകള് ഒരുപാട് ഉപ്പ പറഞ്ഞ് കേട്ടിട്ടുണ്ട്. ഇത് നോക്കിയേ, നിങ്ങൾ രണ്ടുപേരും എടുത്ത ഫോട്ടോവാ. ഇപ്പൊ എനക്ക് മനസ്സിലായ നമ്മൾ തമ്മിലുള്ള ബന്ധം. തുടക്കത്തിൽ ഞങ്ങൾ രണ്ടാളും അതിർത്തി ഗാന്ധിന്റെ കൂടെ ഇനി ഇടയ്ക്ക് ഞാനൊന്ന് തീവ്രവാദിയായി. അങ്ങനെയാണ് INA ചേർന്നത്. അറിയാം. ചായ കുടിക്കൂ. വല്ലാത്തൊരു സങ്കടമായിട്ടാ ഞാൻ വന്നേക്കണേ. നിങ്ങൾക്ക് എന്നെ സഹായിക്കാൻ കഴിയുമെന്ന് എനിക്ക് നിശ്ചയില്ല. ഒരു മോനുണ്ട്, ഓനുള്ളൂ. മിലിറ്ററിയിലേനി, റിട്ടയറായി. അപ്പോ സെൻട്രൽ ജയിലില്ല, കൊലക്കാരൻ കാത്ത് കിടക്ക. വെല്ലേ കേസാ, ചാരപ്രവൃത്തി, രാജ്യദ്രോഹം. ദാദാ സാഹിബിന്റെ മോൻ രാജ്യദ്രോഹിയെ. അമ്പലത്തിൽ ബോംബ് വെച്ച് 111 ആളുകളെ കൊന്നൂത്ര എന്റെ മോൻ. ഓൻ അങ്ങനെ ചെയ്യൂല. എന്റെ മോൻ നിരപരാധിയാ. പക്ഷെ എന്റെ കുട്ടിനെ തൂക്കിക്കയറ്റാൻ മാത്രം തെളിവുകൾ ഓല് ഉണ്ടാക്കിക്കണേ. ഈ മണ്ണിന്റെ പെറ്റും മാനേക്കാളും സ്നേഹിച്ചിക്കും എന്റെ കുട്ടിക്കും അതിന് തെളിവൊന്നും ഉണ്ടാക്കി വെക്കാൻ കഴിഞ്ഞില്ല. ദയാഹർജി കൊടുത്തിക്കണ്. കേസിന്റെ രേഖ ഒക്കെ ഉണ്ട്. ഗവർണറായിട്ടല്ല ഞാൻ നിങ്ങളുടെ അടുത്ത് വന്നത്. എന്റെ ലാരി ഭായിന്റെ കുട്ടിയായിട്ടാ. എന്റെ മോന്റെ ജീവൻ രക്ഷിക്കാൻ പടച്ചോന്റെ പേരിൽ നിങ്ങൾക്ക് ആവത് ചെയ്യണം. എനിക്ക് വേറെങ്ങും പോവാനില്ലാഞ്ഞിട്ടാണ്. നിങ്ങൾ വരുമ്പോ TV-യിൽ ന്യൂസ് കാണുകയായിരുന്നു ഞാൻ. ന്യൂസില് അബൂബക്കറിന്റെ കാര്യം പറഞ്ഞു. അബൂബക്കറിന്റെ ദയാഹർജി തള്ളി. ഈ മാസം 15-ന് തൂക്കും. ആർക്കും ഇനി ഒന്നും ചെയ്യാൻ കഴിയില്ല.
ബാബു കോഴിക്കോടിനല്ലോ കൊണ്ടു നിൽക്കണം. ഇതൊന്ന് കൊടുത്താക്കട്ടെ സാർ. വെച്ചോളി. കരയരുത്, ഈ സങ്കടപ്പെടരുത്. എന്റെ മോൻ ഉസറുള്ള ഒരു പട്ടാളക്കാരനാണ്, സുബേദാർ അബൂബക്കർ. വേറൊന്നും ഓർക്കണ്ടേ, ഇതൊരു യുദ്ധഭൂമിയിലാണെന്ന് മാത്രം കരുതുക. രക്ഷപ്പെടാൻ വയ്യില്ലാത്ത യുദ്ധം. രാജ്യസ്നേഹികളും രാജ്യദ്രോഹികളും തമ്മിലുള്ള യുദ്ധം. അത് ധർമ്മവും അധർമ്മവും തമ്മിലുള്ള യുദ്ധം. കൊല്ലമരത്തിന്റെ മുമ്പിലും എന്റെ മോൻ ഒരു ആൺകുട്ടിയാവണം. അന്നെ ചതച്ച് വീഴ്ത്തിയ മരണത്തിന്റെ മുഖത്ത് കാറി തുപ്പിട്ട് പോണം എന്റെ മോൻ. ഈ ചെയ്യാൻ ബാക്കി വെച്ച് ചെയ്ത് തീർത്തിട്ട് പാപ്പെണ്ണന്റെ കൂടെ എന്റെ മോൻ സമാധാനായിട്ട് പോ. സമയമായി. എന്തൊക്കെയാണോ കാര്യങ്ങള്? എല്ലാം റെഡിയാണ് സർ. ആരാച്ചാരുടെ കാര്യം കൺഫേം ആയത് മിനിഞ്ഞാന്നാ. തിരുനെൽവേലിന്നൊരു ദാനിയൽ 75 വളരെ തൂക്കിയത് മൂപ്പരാ. ഇവിടെ വന്ന് അബൂബക്കറിന്റെ കുരുക്കിട്ട് കഴിയുമ്പോ മൂപ്പരാൻ വടിയാവതിരുന്നാ മതി. തനി കിളവനാ. എടോ കിളവനെങ്കിൽ കിളവൻ, ആരെങ്കിലും വേണ്ടേടോ. 100 രൂപ കൊടുത്താ വഴിക്കിടപ്പന്നവന്റെ പള്ളക്ക് പിച്ചാത്തി കയറ്റാൻ 100 വരെ കിട്ടും, ഒരു പാടുമില്ല. പക്ഷെ മഹനീയമായി ഈ പണിക്ക് മാത്രം കഷ്ടം. എന്റെ കർത്താവേ, കോൺഫറൻസിൽ നിന്ന് മുങ്ങാൻ പെട്ട പാട്. സംസ്ഥാനത്തെ ഐജിമാരെല്ലാം കൂടി ഒരാഴ്ചയായി സെക്രട്ടേറിയറ്റ് ഇരുന്നല്ലയോ ഭരണം. ഹോം മിനിസ്റ്ററുടെ പ്രഷർ കുറയ്ക്കാൻ. നമ്മൾ പിന്നെ ജയിലിന്റെ ആളായതുകൊണ്ട് ഒരു ചെറിയ ആശ്വാസം. എന്നിട്ടും DGP ചോദിച്ചു, തൂക്കുന്നിടത്ത് ഐജി എന്തിനാടോ എന്ന്. തൂക്കുന്നിടത്ത് ഐജി വേണ്ട, പക്ഷേ സുബേദാർ അബൂബക്കറെ തൂക്കുമ്പോൾ IG സ്കറിയ സക്കറിയ അടുത്ത് തന്നെ ഉണ്ടായിരിക്കണം. അത് മിശികാമ്പുരാന്റെ ഒരു തീരുമാനമാണ്. അല്ലേടോ? തട്ടാങ്കൊല്ലിയിൽ TM അബൂബക്കർ. ഇവന്റെ തന്തയൊരുത്തനുണ്ടായിരുന്നല്ലോ, എന്തോ അവന്റെ പേര്? മുഹമ്മദ് സാഹിബ്. മുഹമ്മദ് സാഹിബ്, ദാദാ മുഹമ്മദ് സാഹിബ്. റാസ്കൽ. വലിയ സ്വാതന്ത്ര്യ സമര സേനാനിയാ കോപ്പാന്ന് പറഞ്ഞല്ലേ നടപ്പ്. തട്ടിപ്പ്. ഞാൻ കണ്ണൂർ SP ആയിട്ട് ഇരിക്കുമ്പോഴായിരുന്നു കേസ്. തന്റെ മോനെ ഒന്നിച്ചകത്തിടാനുള്ള വകുപ്പുണ്ടായിരുന്നു. കിളവനെ ഏതോന്ന് വിട്ടതാ, അല്ലെങ്കിൽ 2 എണ്ണത്തിനെ ചേർത്ത് നിർത്തി തൂക്കായിരുന്നു. എന്നതായാലും IG സ്കറിയ സക്രിയയുടെ സർവീസ് റെക്കോർഡാണ് റെക്കോർഡ്. ഒരു രാജ്യദ്രോഹിയെ തൊണ്ടിയോടെ പൊക്കുക, അവനെ കരുവേറ്റിയെടുക്കുക, രണ്ടും പരിശുദ്ധമായി ഈ കൈകൾ കൊണ്ട്. മോളിലിരിക്കുന്ന അവന്റെ ഓരോ കളികളെ. അല്ല, ഇതാര് സാഹിബോ? ഇവിടെ ഉണ്ടായിരുന്നോ? നിങ്ങൾ പറഞ്ഞ മുഴുവനും ഞാൻ കേട്ടിക്കണു. പച്ചലേ, മോളിരിക്കുന്നതിന്റെ കളി ഇതുകൊണ്ടൊന്നും തീരൂല്ല സാറേ. സാഹിബ് പറഞ്ഞതുള്ളതാ. കളികൾ തുടങ്ങിയിട്ടേ ഉള്ളൂ. തന്റെ പുന്നാര മോനെ പോലെയുള്ള രാജ്യദ്രോഹികൾ, പാകിസ്ഥാൻ ചാരന്മാര് എമ്പാടുമുണ്ടല്ലോ രാജ്യത്തിനിയും. മുഴുവൻ എണ്ണത്തിനെ നുള്ളിപ്പെറുക്കി കഴിവേറ്റിയെടുക്കാതെ ഈ കളി തീരില്ല. തീർക്കാൻ ഈ കറിയാറ്റം സമ്മതിക്കില്ല സാഹിബേ. കള്ള ഹിമാറേ, എന്റെ മോന്റെ ചോര കുടിച്ചാലേ അനക്ക് സമാധാനാവുന്നുണ്ടെങ്കിൽ മോനെ കൊണ്ടുപോയി കൊന്നു തിന്നോളി. പക്ഷെ എന്റെ മോനെ ഈ പാകിസ്ഥാൻ ചാരനും രാജ്യദ്രോഹി എന്നൊക്കെ വിളിച്ചാലുണ്ടല്ല, വിഷം തുപ്പണന്റെ നാവരിഞ്ഞ നായക്കിട്ട് കൊടുക്കും. അനക്കറിയൂല സാഹിബിനെ. പിന്നെ ചുമ്മാ തുള്ളാറെ മൂപ്പിന്നെ. വയസ്സാങ്കാലത്ത് ഞരമ്പുളുക്കും. രാജ്യസ്നേഹവും പറഞ്ഞ് ഇവിടെ ഉണ്ടുതൂറി കിടക്കുമ്പോഴും തന്റെയൊക്കെ ഉള്ളിലിരിപ്പ് എന്താണെന്ന് എനിക്കറിയാം. പാകിസ്ഥാൻ ഇബ്ലീസുകളെ വിശുദ്ധ രാജ്യം. നീയൊക്കെ വാലാട്ടുന്നത് അവന്മാർക്ക് വേണ്ടി തന്നെയാ. ഇതെന്താ അറിയോ? നിസ്കാരത്തയമ്പ് ഈ മണ്ണിൽ നെറ്റി ചേർത്ത് വെച്ച് ഒരു ആയുസ് മുഴുവനും റബ്ബുൽ ഇസ്സത്തായ പരമകാരുണികനായ തമ്പുരാന് സുജൂദ് ചെയ്തതിന്റെ അടയാളം. കൂത്താലും തൊടുത്താലും കൈത്തെടുത്തിട്ടാലും ഇത് മയൂല.
കാരണം എന്താ അറിയോ, ഇതിൽ സത്യമുണ്ട്. അത് ഈ പറഞ്ഞ പോലെ പാകിസ്ഥാന്റെ സത്യമല്ല, ഈ മണ്ണിന്റെ ഇന്ത്യന്റെ സത്യം. ഞാനും എന്റെ കുട്ടികളും മുലപ്പാല് കുടിക്കുന്ന പോലെ അനുഭവിച്ചറിഞ്ഞ സത്യം. അത് തിരിച്ചറിയണമെങ്കിൽ എന്റെ ഈ പേ പിടിച്ച തെരുവുനായന്റെ ജന്മം കളഞ്ഞ് ഈ ഒരു യഥാർത്ഥ ഇന്ത്യനായിട്ട് ജനിക്കണം, ഒരു ഉസുറുള്ള ആൺകുട്ടിയായിട്ട് ജനിക്കണം. ഏഹി ജന്മം എടുത്താലും എന്നെ കണ്ടതിന് കഴിയൂല. എന്റെ അതൊരു ആണും പെണ്ണും കെട്ട ജന്മല്ലേ. ലാഹോറിലെ ബ്രിട്ടീഷ് പട്ടാളത്തിന്റെയും പെറ്റ നാടിന് ഒറ്റിക്കൊടുത്ത ഇന്ത്യക്കാരായ ഇബിലീസുകളെ നെഞ്ചില് ഇരുമ്പും കൂടം പോലെ 1000 തവണ വീണ കയ്യാത്. ഗ്രഹണി പിടിച്ച എന്റെ നെഞ്ചും കൂടെ തകർക്കാൻ ഇന്നൊരു ചെറുബറിൽ വേണ്ട സാഹിബിന്. അറിയോ കണക്ക്? അടിക്കണോ അടിക്കണോ നടക്കണേ? അബുവിന്റെ ഒപ്പ എന്താ ഇത്? ഇവിടെ എങ്ങനെ ഒന്ന് ഇരിക്കെങ്കിലും ചെയ്യും. എന്താ ഇങ്ങനെ? ദാദാ സാഹിബും മോനും രാജ്യദ്രോഹികളാണ്. ദാദാ സാഹിബ് ബാലാട്ടുന്നത് പാകിസ്ഥാനും വേണ്ടിട്ടാണെന്ന് കേട്ടില്ലേ? കേട്ടില്ലേ ആ നായിന്റെ മോൻ പറഞ്ഞത്? മുസ്ലിം കലാകാരികളെ കൊണ്ട് പൊറുതിമുട്ടിയ ലാഹോറിലെ ഹിന്ദുക്കളെ കോളനിയിലെ രാവും പകലും കണ്ണിന്റെ അമ കൂട്ടാണ്ട് കാവലിരുന്നവനാ ഈ മുഹമ്മദ് സാഹിബ്. അതൊന്നും ഈ നായിന്റെ മക്കൾക്ക് അറിയൂല. इन गरीब लोगों को मारकर तुमको क्या मिलेगा? क्यों इतना मारता है? हिंदू और मुसलमान एक होकर ब्रिटिश सेना को यहाँ से भगाने के लिए कोशिश कीजिए. बहुत अच्छा है तुम्हारा भाषण. നീ മുസൽമാനോ അതോ ഹിന്ദുവോ? ഇത്രയുമാനെ എന്നെ കണ്ടത് ഭാഗ്യായി. ഈ ഓരോന്ന് പറഞ്ഞ് മനസ്സിലാക്ക്. ഈ പറഞ്ഞ പോലെ കേൾക്കും. നാട് മുഴുവനും വർഗീയതകളെ പറഞ്ഞ് പിടിച്ചിക്കണ്. നമ്മളെ പരിസരത്തെങ്കിലും അത് വേണ്ടെന്ന് വെക്കി. നിന്റെ തലയരിന് ദൂരെ അറിയാത്തത് നീ ഒരു മുസൽമാനായതുകൊണ്ടാണ്. ഒരൊറ്റ ഹിന്ദുവിനെ ഈ ഭൂമിക്ക് മേലെ ഞങ്ങൾ വെച്ചേക്കില്ല. ഇസ്ലാമിന്റെ പരിശുദ്ധ രാജ്യത്തിന് വേണ്ടി ആയുധം എടുക്കുക. ജിഹാദ് के लिए लड़ो और मरो. क्या मरना है, क्या लड़ना है, क्या है तुम्हारा जिहाद? ആയിരക്കണക്കിന് പാവങ്ങളെ കൊന്നൊടുക്കിട്ട് ഈ ഉണ്ടാക്കുന്ന രാജ്യം ഉണ്ടല്ലോ, അത് അള്ളാന്റെ അല്ല, ശൈത്താന്റെയാണ്. യഥാർത്ഥ സത്യവിശ്വാസി മനുഷ്യനെ സ്നേഹിക്കുന്നവനാവണം, നാട്ടിനെ സ്നേഹിക്കുന്നവനാവണം, അല്ലാണ്ട് പാവങ്ങളെ കൊന്നൊടുക്കുന്നവനല്ല. അത്രമാനെ അള്ളാന്റെ റസൂലിന്റെ പേരിൽ എന്റെ അടുത്ത് ഞാൻ പറയാണ്, ഈ പാവങ്ങളെ ഈ വെറുതെ വിട്ടില്ലെങ്കിൽ ഓലെ തൊടാൻ ഞാൻ സമ്മതിക്കൂല.
വാക്കുകൊണ്ട് പറഞ്ഞ അനക്കൊന്നും തലേ കയറൂല. ഇനി പാവങ്ങളെ ബുദ്ധിമുട്ടിച്ചാലുണ്ടല്ല ആർത്താളെ ഞാൻ